എല്ലാവരും ഇങ്ങോട്ട് നോക്കി. എന്നാണ് പറയുന്നത്. തള്ളിപ്പറയാൻ അന്തസ്സുണ്ടോ യൂത്ത് കോൺഗ്രസ് നേതാവേ? തള്ളിപ്പറയാൻ അന്തസ്? KPCC പ്രസിഡന്റ് പോക്സോ കേസിലെ പ്രതിയായ ആഗോള തട്ടിപ്പുകാരനായ ഒരുത്തരെ ഇന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ്? ഡോക്ടർ മോൻസൺ എന്നാണ്. അതാണോ തോന്നിയവാസം? ജയ്ക്ക്, അതായത് പാർട്ടി സെക്രട്ടറി ഇത് തോന്നിയവാസമാണ് എന്നാണ് അബിൻ പറയുന്നത്. എങ്ങനെയാണ് 164 വിവരം എന്ന് പറഞ്ഞുകൊണ്ട് ആധികാരികമായി കേരളത്തിലെ മുഴുവൻ മീഡിയ അഭിസംബോധന ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അങ്ങനെയാണ് എങ്കിൽ നിയമത്തിന്റെ എല്ലാ വഴിത്തിരിവിലേക്കും പാർട്ടി ഇങ്ങനെ കൈനീട്ടി വെച്ചിട്ടുണ്ടോ? അവിടെ നിന്നുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇറങ്ങി ഓടിക്കോ. അതായത് ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും അതോടൊപ്പം നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ നമ്മുടെ സഹപാനലിസ്റ്റും അവർ രണ്ടുപേരും അവരവരുടെ സമയമെടുത്തുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള അവരുടേതായ അഭിപ്രായങ്ങൾ ചിലത് അങ്ങേയറ്റം പരിഹാസ്യമെന്ന് എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ചിലത് പരിഹാസ്യമായ വാദങ്ങൾ ഒക്കെ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ പല വാദങ്ങളും തോന്നിവാസം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രയോഗം കേട്ടപ്പോൾ ഞാൻ താളാത്മകമായി തന്നെ അത്തരം വാദങ്ങളെ യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇത് ശുദ്ധ തോന്നിയവാസമാണ്, ഇത് അസംബന്ധമാണ് എന്നുള്ളത്. ഞാൻ 124 സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഞാനിവിടെ വിശദീകരിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ 124 സ്റ്റേറ്റ്മെന്റ് ഓൺ ചെയ്ത ആളല്ല. ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസ് മീറ്റിൽ നിങ്ങളോടൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഗൗരവപൂർണ്ണമാണ് എന്നും അത് അന്വേഷണം ആവശ്യപ്പെടുന്ന നിലയിൽ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളെ നമ്മളുമായി പങ്കുവെക്കുന്നതാണെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെച്ചത്. അത് 124 സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണോ? അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ച് പറയട്ടെ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പബ്ലിക് ഡൊമൈന് മുമ്പിൽ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും മുമ്പിൽ തന്നെ അത്തരം സന്ദേഹങ്ങൾ വിശദീകരിക്കട്ടെ. പിന്നെ ഇവിടെ ആവർത്തിച്ച് നമുക്കൊരു കാര്യം പറയണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ഈ പറയുന്ന 164 സ്റ്റേറ്റ്മെന്റിലെ വിവരങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന്. അതിൽ തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പോകും എന്ന് ഇൻഫോംഡ് ആവുന്നത് എങ്ങനെയാണ് എന്ന്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് അബിൻ മറുപടി പറഞ്ഞോളും, എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. എന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഈ പറയുന്ന അന്തസ്സിലേക്കാണ് അങ്ങ് പോയത്. ഉണ്ടാവില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 164 സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ഓൺ ചെയ്യുകയല്ല ഉണ്ടായിരുന്നത്. ഞാനാവട്ടെ CPIMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആവട്ടെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നാണ്, അദ്ദേഹം ഈ പറയുന്ന ദേശാഭിമാനിയുമായി നിങ്ങൾക്ക് രാഷ്ട്രീയ ബാധ്യതയൊന്നുമില്ല അല്ലേ? ഞങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്. അത് CPIMന്റെ മുഖപത്രമാണ്. കേരളത്തിൽ പ്രചാരമുള്ള 3ാമത്തെ പത്രമാണ്. ഞങ്ങൾ പങ്കുവെച്ചല്ലോ, ഞങ്ങൾ വിശദീകരിച്ചല്ലോ. ഈ പത്രത്തിന് എങ്ങനെയാണ് 164 പ്രസിദ്ധീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് അങ്ങനെ രാഷ്ട്രീയ മറുപടിയുമില്ല. അത് അങ്ങേക്കറിയാലോ. കേരളത്തിൽ മറ്റു മാധ്യമങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന്, നിങ്ങൾ ഈ പറയുന്ന ധാർമ്മിക മാധ്യമത്തിന്, എത്തിക്കൽ മാധ്യമ പ്രവർത്തനത്തിനൊക്കെ നിരന്തരം ക്ലാസ് എടുക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മളൊരു കാര്യം നിഷ്പക്ഷമായി ചെയ്യണം എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനപരമായ യോഗ്യത നമുക്കുണ്ടാകണം. പാർട്ടി പത്രം നടത്തി കാണിക്കേണ്ടത് നിഷ്പക്ഷമായി, നടത്തി കാണിക്കേണ്ടത് ധാർമ്മികമായി. ഈ പറയുന്ന 164 അതും ഒരു പോക്സോ അതിജീവിതയുടെ 164 ഒക്കെ പ്രിന്റ് ചെയ്ത് വേണ്ട അക്ഷരത്തിൽ വെച്ചുകൊണ്ടാണോ ഈ പറയുന്ന ധാർമ്മിക പത്രപ്രവർത്തനം നടത്തുന്നത്? ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നത് ദേശാഭിമാനി ഒരു ഘട്ടത്തിലും അവകാശപ്പെട്ടിട്ടില്ല.